കഴിഞ്ഞ കൊല്ലം 25 വയസ്സ്, ഞാൻ ഈ കൊല്ലം 5 കൊല്ലം കഴിഞ്ഞാൽ എത്രയുടെ എനിക്ക് വയസ്സ്? കുട്ടിക്ക് 22 ആയിട്ടുണ്ടാവും, എനിക്കിപ്പോൾ 28 തന്നെ. സ്വർഗത്തിലേ അത് നടക്കുള്ളൂ. പെണ്ണുങ്ങൾ വെറുതെ ഇവിടെ മോഹിച്ചിട്ട് നുണ പറയണ്ടുള്ള വയസ്സങ്ങ് പറഞ്ഞാൽ എന്താ കുഴപ്പം അല്ലെ? കുറച്ച് നേരത്തെ അവിടെ വന്നിട്ടുണ്ട് എന്നല്ലേ അർത്ഥമുള്ളൂ. അപ്പോ സ്വർഗത്തിൽ വയസ്സേറൂല, അവിടെ വയസ്സേറൂല. 33 അവിടെ നിൽക്കുന്നതാണ്. അതിനാണ് ക്രോണിക് ബാച്ചലർ എന്ന് പറയാം. നമ്മുടെ സിനിമക്കാരൊക്കെ പേര് ഉപയോഗിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഈ ക്രോണിക് ബാച്ചലർ എന്ന് പറഞ്ഞ കാലാകാലം ബാച്ചലറായി നിൽക്കുകയാണ്. അത് സ്വർഗത്തിലേ നടക്കുള്ളൂ. വെറുതെ മോഹിക്കണ്ട. മോഹിച്ചോളൂ, ആഖിറത്തിന് അമല് ചെയ്യാം, എന്നാ കിട്ടും. അവിടെ 33 വയസ്സാണ്. പ്രായപൂർത്തിയായതിന്റെ ശേഷം മരിച്ചുപോയ മുഴുവൻ ആളുകളും അങ്ങനെയാണ്. എല്ലാ ദിവസവും അവർക്ക് സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും അത്രേ. ലഹും സൂഖുൽ ജുമുഅ. അവിടെ ഒരു സൂഖുൽ ജുമുഅയുണ്ട്. ഗൾഫുകാർക്കൊക്കെ അറിയും ചിലപ്പോൾ സൂഖുൽ ജുമുഅ. ഒരുപാട് ഗൾഫ് രാജ്യങ്ങളിലുണ്ട് സൂഖുൽ ജുമുഅ, ഫ്രൈഡേ മാർക്കറ്റ്. അത് സ്വർഗത്തിലുണ്ട് എന്ന് നബി ഞങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൺസെപ്റ്റ് ആയിരിക്കണം നമ്മൾ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നത്. അവിടെ ഒരു ഫ്രൈഡേ മാർക്കറ്റ് ഉണ്ട്. നബി തങ്ങൾ പറയാണ്, പുതിയ പിള്ളമാരൊക്കെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി അവിടെ ചെല്ലും. എല്ലാം അവിടെയുണ്ട്. എല്ലാം ഫീഹാ മാ തശ്തഹീഹിൽ അൻഫുസു വതനദ്ദുൽ അയുൻ. കണ്ണുകൾക്ക് രോമാഞ്ചമുണ്ടാവുന്നതും ശരീരം എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ എല്ലാം അവിടെയുണ്ട്. എല്ലാം അവിടെ ഉണ്ട്. അങ്ങാടിയിൽ പോയി തിരിച്ചു വരുമ്പോ പെണ്ണുങ്ങൾ ചോദിക്കുന്നു, പുതിയാപ്പിളെ നിങ്ങൾക്ക് വല്ലാത്ത ചൊർക്ക് കൂടിയിട്ടുണ്ടല്ലോ അങ്ങാടി പോയി വന്നപ്പോഴേക്കും. പെണ്ണ് ചോദിക്കും, പുതിയാപ്പിള അങ്ങോട്ട് അല്ലടി, നിനക്കും വല്ലാത്ത ചൊർക്ക് കൂടിയല്ലോ ഞാനങ്ങ് പോയി വന്നപ്പോഴേക്കും. അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ചൊർക്ക്. ഇവിടെയൊക്കെ കുറഞ്ഞുകൊണ്ട് വരില്ല, അവിടെ കൂടുതലാണ്. ഓരോ വെള്ളിയാഴ്ചയും അപ്ഗ്രേഡ് നടന്നുകൊണ്ടിരിക്കുന്ന. സുബ്ഹാനല്ലാഹ്. അപ്പൊ പെണ്ണുങ്ങളെ ആലോചിക്കുക, എന്തായാലും എന്താ പുതിയാപ്പിളാരെ ഊർലിങ്ങളപ്പം പോകും, നമ്മളിപ്പോ എവിടെയാണാവോ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ് ചോദിച്ചത്. ഹബീബായ നബി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, അഹൂറുൽ ഐനി ഖൈറുൻ അം നിസാഉദ് ദുനിയാ? നബിയേ, ഹൂറുലിങ്ങളാണോ നബിയേ നല്ലത്, അതല്ല ദുനിയാവിലെ പെണ്ണുങ്ങളാണോ? ആരാണ് ഖൈറ്? നല്ലൊരു ചോദ്യമാണ്. പെണ്ണുങ്ങൾക്കൊക്കെ ഉണ്ടാവുക ചോദ്യം. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ എന്താ നമ്മളെ പറ്റി പുതിയാപ്പിളാരുണ്ടെന്ന് പറയാത്തത്? അല്ല, നമ്മളെ മറന്നുപോയോ? പെണ്ണുങ്ങൾ നിങ്ങളെ പറ്റി മറന്നിട്ടില്ല. അതിന് മറുപടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പല വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒന്നുമില്ല, പെണ്ണിനാണുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു മോശമാണ്. അറബ് സംസ്കാരത്തിലും ഇസ്ലാമിക സംസ്കാരത്തിലും പെണ്ണിനാണുണ്ട് എന്ന് പറയുന്നത് അത് അല്ലാഹു മറച്ചു വെച്ചിരിക്കുകയാണ്. എവിടെയെന്നറിയോ? ഒരൊറ്റ ആയത്തിൽ. അതിന്റെ ഉള്ളിൽ പെണ്ണുങ്ങൾക്ക് പുതിയാപ്പിളാരുണ്ടെന്നും വന്നു. അവർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല പുതിയാപ്പിളാരവിടെ കിട്ടും. കല്യാണം കഴിച്ചു പോകാത്ത പെണ്ണുങ്ങളൊക്കെ ആയിരുന്നു, അവർക്ക് പുതിയാപ്പിള വേണമെന്ന ആഗ്രഹം അവിടെ കൊടുക്കുന്നു. ഒരൊറ്റ ആയത്തിന്റെ ഉള്ളിൽ അല്ലാഹു വെച്ചു എന്ന് അതിൽ മനസ്സിലാക്കണം. ഫീഹാ മാ തശ്തഹീഹിൽ അൻഫുസു വതലദ്ദുൽ അയുൻ. കണ്ണുകൾക്ക് രോമാഞ്ചമുള്ളതും ശരീരം കൊതിക്കുന്നതുമെല്ലാം അവിടെയുണ്ട്. തശ്തഹീഹിൽ അൻഫുസ്, അതാണിന്റെ ശരീരമാവട്ടെ പെണ്ണിന്റെ ശരീരമാവട്ടെ, അവർക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതവിടെയുണ്ട്. അങ്ങനെയാണ്. ഉമ്മു സലമ ബീവി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, ഹൂറുലിങ്ങളെ പറ്റി അങ്ങ് ഒരുപാട് പറഞ്ഞല്ലോ. വലനസ്വീഫുഹാ ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. ഹൂറുലിങ്ങളിൽപ്പെട്ട ഒരു പെണ്ണിന്റെ തലയിൽ വെക്കുന്ന ഒരു തട്ടം തന്നെ ഈ ലോകത്തെ എല്ലാ ആഡംബരത്തെക്കാളും ഖൈറെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൂറുലിങ്ങളിൽപ്പെട്ട ഒരു പെണ്ണിന്റെ ഒരു തട്ടം കിട്ടിയാൽ ഈ പ്രപഞ്ചം മുഴുവൻ കിട്ടിയതിനേക്കാളും ഖൈറാണത്രേ ഹബീബായ റസൂലുള്ളാഹ്. വായ നല്ല ശുദ്ധമായവരാണ്, ദുർഗന്ധമമിക്കുന്നവരല്ല, സുഗന്ധമുള്ളവരാണ്. അവരുടെ ഉമിനീരിൽപ്പെട്ട ഒരു ഉമിനീരെങ്ങാനും അള്ളാഹുവിന്റെ ഭൂമിയിലെ ഉപ്പുജലമുള്ള ജലാശയങ്ങളിൽ ഒരു തുള്ളി ഉമിനീര് വീണ് കഴിഞ്ഞാൽ സമുദ്രങ്ങൾ മുഴുവനും മധുരമുള്ള ശുദ്ധജലമാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. അവരെങ്ങാനും സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിലേക്കൊന്ന് എത്തി നോക്കുകയായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചമൊന്നാകെ പ്രകാശപൂരിതമാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാണല്ലോ ദുനിയാവിലെ പെണ്ണുങ്ങളോട് പറയുന്നത്, സ്വന്തം ഭർത്താക്കന്മാരെ വിഷമിപ്പിക്കുകയോ, ഭർത്താക്കന്മാരെ പെണ്ണുങ്ങളെ വിഷമിപ്പിക്കരുത്. അതിന്റെ കൂടെ തന്നെ പറയാണ്, ഇതൊക്കെ നമുക്കുള്ളത്, അവർക്കൊന്നുമില്ല, അങ്ങനെ വിചാരിക്കണ്ട. അവരോട് നമുക്ക് ബാധ്യതയുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ഭാര്യയുടെ നാവിൽ നിന്ന് നന്ദികേടുള്ള പ്രയോഗങ്ങൾ ഭർത്താവിനോട് വരികയാണെങ്കിൽ,
മുത്തനബി പറഞ്ഞൊരു ഹദീസ് ഓർമ്മ വരികയാണ്. ഇമാമുന നസായി റളിയല്ലാഹു അൻഹു, ഇമാമുന ഹാക്കിം എന്നവർ മുസ്നദിൽ ഉദ്ധരിച്ച ഒരു ഹദീസ്. ഒരു പെണ്ണങ്ങാനും ലൗ അലിമത്തിൽ മറഅതു ഹഖ്ഖ സൗജ്, ഭർത്താവിന്റെ മഹത്വവും ഭർത്താവിന്റെ പുണ്യവും ഭർത്താവിനോട് കാണിക്കേണ്ട ബഹുമാനവും ഒരു പെണ്ണിന് അറിയുകയാണെങ്കിൽ ഭർത്താവ് ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്നവരെ അവൾക്ക് ഇരിക്കാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ്. മറ്റൊന്ന് പറഞ്ഞു, ശരീരത്തിലെ തലഭാഗത്ത് നിന്ന് കാലുവരെ ശരീരമാകെ മുറിവൊലിക്കുകയും ആ മുറിവിൽ നിന്ന് ഒലിച്ചു വീഴുന്ന രക്തവും വിസർജവുമെല്ലാം ലസഹത് ബിലിസാനിഹാ, സ്വന്തം നാവുകൊണ്ട് ഭർത്താവിന് വൃത്തിയാക്കി കൊടുക്കുക ചെയ്താൽ പോലും അദ്ദത്തിൽ ഹഖ്ഖ അലൈഹി, ഭർത്താവിനോട് ചെയ്യേണ്ട ബാധ്യത എപ്പോഴും വീടുന്നില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹ്. എന്തുകൊണ്ട് പോലെ പെണ്ണുങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾക്ക് പോവാനുള്ള സ്വർഗത്തിന്റെ താക്കോൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന നിങ്ങളുടെ ഭർത്താവാണ്. കണ്ടുപിടിയനായ ഭർത്താവല്ല, അന്യ പെണ്ണുങ്ങളെ നോക്കി നടക്കുന്ന ഭർത്താവല്ല, അന്യ പെണ്ണുങ്ങളോട് വാട്സപ്പിൽ അക്കൗണ്ടുകൾ ഉണ്ടാക്കി ചാറ്റ് ചെയ്യുന്നവനല്ല. നിങ്ങളുടെ സ്വാലിഹായ ഭർത്താവ്, കണ്ണുകളെ നിയന്ത്രിക്കുന്ന നിങ്ങളുടെ സ്വാലിഹായ ഭർത്താവ് നിങ്ങൾക്ക് നാളെ സ്വർഗം കിട്ടാൻ കാരണമാണല്ലോ. അയ്യുമംറഅത്തിൻ സ്വല്ലത്ത് ഖംസഹാ വസ്വാമത് ശഹ്റഹാ വഅതാഅത് ബഅലഹാ വഹഫിളത് ഫർജഹാ ഖീല ലഹാ ഉദ്ഖുലി മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഅ്തി. ഏതെങ്കിലും ഒരു പെണ്ണ് 5 നേരം നിസ്കരിക്കുകയും റമളാൻ നോമ്പെടുക്കുകയും ഭർത്താവിനെ അനുസരിക്കുകയും വ്യഭിചരിക്കാതെ ശരീരം സൂക്ഷിക്കുകയും ചെയ്താൽ ഖീല ലഹാ, അവളോട് പറയപ്പെടും ഉദ്ഖുലി മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഅ്തി, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളിൽ, അഷ്ടവാതിലുകളിൽ, കവാടങ്ങളിൽ 8 കവാടങ്ങളിൽ ഏതിലൂടെ വേണോ നിനക്ക് കടന്നു പോകാമെന്ന് ആ പെണ്ണിനോട് പറയപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹ്. ഹുറുലീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഉമ്മു സലമ ബീവി പറയുകയാണ്, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, ആ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മഹത്വമുണ്ടെങ്കിൽ ഞങ്ങൾ യാത്ര പോകുന്നവരല്ല, ഞങ്ങൾ കൂടെ താമസിക്കുന്നവരാണ്, ഞങ്ങൾ മടി വരുന്നവരല്ല, ഞങ്ങൾ മടുപ്പിക്കുന്നവരുമല്ല എന്നവർ പാട്ടുപാടും. ഹബീബായ നബി തങ്ങൾ ആ പാട്ടുകളൊക്കെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് കണ്ണുകൾ ചിമ്മുന്നവരുണ്ട് പെണ്ണുങ്ങളിൽ, അന്യ ഒരു പുരുഷനെ അവർ നോക്കുന്നവരല്ല. ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം, അതിനേക്കാളും ഒരു ഗ്രേഡ് മീതയാണ് മഖ്സൂറാത്ത്. ആദ്യം പറഞ്ഞത് ഖാസുറാത്തു തർഫ്, ഇവരുടെ ഭാര്യമാർ മറ്റുള്ളവരെ നോക്കുന്നവരല്ല, മറ്റുള്ളവരോട് കണ്ണെടുത്ത് നോക്കുന്നവരല്ല. അങ്ങനെയാണ് മറ്റുള്ളവരെ. ഭർത്താവുണ്ടായിരിക്കെ ഭർത്താവിന്റെ ഫോൺ വരുമ്പോ ബോറടിക്കാന്ന് പറഞ്ഞ് കാമുകന്റെ ഫോൺ എടുക്കാൻ വേണ്ടി ഇയാൾ നിർത്തൂലല്ലോ ഫോണെന്ന് വിചാരിച്ച് ഗൾഫിൽ നിന്ന് വിളിക്കുന്ന ഭർത്താവിന്റെ ഫോൺ കാണുമ്പോഴേക്കും ഇറങ്ങി ഓടുന്ന പെണ്ണുങ്ങളുണ്ട്. അത്ര സുബ്ഹാനല്ലാഹ്. ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പൈസ അവള് ഇങ്ങനെ കാമുകൻ അയച്ചു കൊടുക്കുന്നു, രണ്ടാളും കറങ്ങുന്നു, വരുന്നു, ആരും അറിയുന്നില്ല, ചോദിക്കുന്നില്ല. കണ്ണുകൾ താഴെ വെക്കുന്നവരാണ്, അന്യപുരുഷന്മാരിലേക്ക് അവർ നോക്കുന്നവരല്ല എന്ന് സ്വർഗവാസികൾക്ക് നൽകുന്ന ഒരു വിഭാഗം പെണ്ണുങ്ങളെ പറഞ്ഞപ്പോ ഖാസുറാത്ത്, പിന്നെ പറഞ്ഞു ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ. കണ്ണുകളെ താഴ്ത്തിവെക്കപ്പെട്ടവർ. ആദ്യം പറഞ്ഞ് അവര് കണ്ണ് താഴ്ത്തുകയാണ്, ഇനി പറയുന്നവർക്ക് കണ്ണ് പൊക്കാനേ കഴിയില്ല, അന്യരിലേക്ക് നോക്കാനേ കഴിയില്ല. അവരുടെ കണ്ണുകളെ അള്ളാഹു തന്നെ അങ്ങനെയാണ് സജ്ജീകരിച്ചത്. അത്രയും സ്വന്തം ഭർത്താവിന് മുഴുവൻ സ്നേഹം കൊടുക്കുന്ന പെണ്ണുങ്ങൾ അവിടെയുണ്ട്. ഒക്കെ പറഞ്ഞപ്പോഴാ ഉമ്മു സലമ ബീവി നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ ചിന്ത വരുന്ന പോലെ ചോദിക്കുന്നു, നബിയേ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെക്കാളും ഉത്തമമാണോ നബിയേ സ്വർഗീയ സുന്ദരിമാർ? ഉമ്മുസലമ അല്ല, ഉമ്മുസലമ, നിങ്ങളാണ് അവരെക്കാളും ഖൈറ്, അവരെക്കാളും സുന്ദരിമാർ നിങ്ങളായിരിക്കും. എന്തുകൊണ്ട് നബിയേ? ബിസ്വലാത്തികുന്ന വസിയാമികുന്ന, നിങ്ങളല്ലയോ നിസ്കരിച്ചത്, നിങ്ങളല്ലയോ അല്ലാഹുക്ക് നോമ്പെടുത്തത്, നിങ്ങളല്ലയോ മക്കളെ പോറ്റി വളർത്തിയത്, നിങ്ങളല്ലയോ ത്യാഗം ചെയ്തത്. ഇതൊന്നും ചെയ്യാത്തവർക്ക് തന്നെ അല്ലാഹു ഈ സൗന്ദര്യം നൽകുകയാണെങ്കിൽ ഇതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് അതിനേക്കാളും കൂടുതലാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ചുറുക്കുള്ളൊരു ഭാര്യയും ചുറുക്കില്ലാത്തൊരു പുതിയാപ്പിള ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ
പുതിയാപ്പിളങ്ങനെ ചോദിക്കുകയാണ് പെണ്ണിനോട്, പെണ്ണെ ഇനിയിപ്പോ ഈ എന്നെ സ്വർഗത്തിൽ കിട്ടിയാൽ മതി എന്നാ എന്റെ ആഗ്രഹം. അപ്പൊ പെണ്ണ് ചോദിച്ചു, റഹ്മാനായ റബ്ബേ, നമ്മൾ രണ്ടാളിപ്പോ എങ്ങനെ ഒരുമിച്ചതെന്ന് എനിക്കറിയാത്തത്. ഇങ്ങനെ സൗന്ദര്യമുള്ള എനിക്ക് എത്രയേ ആലോചന വന്നതാ, ഞാൻ നിങ്ങളടുത്ത് കാണാൻ പെട്ടത്. ഒരു ഭംഗിയില്ലാത്ത നിങ്ങളെയാണ് ഇപ്പൊ ഞാൻ കിട്ടിയത്. ഇനിയിപ്പോ സ്വർഗത്തിൽ അതെന്നെ വേണമെന്നപ്പോ നിങ്ങൾ പറയണതെന്ന് ചോദിച്ചു. അപ്പോ പെണ്ണിങ്ങനെ പറയാ, ഒരുപക്ഷെ നിങ്ങളൊരു നല്ല മനുഷ്യനായിട്ട് ജീവിച്ചിട്ടുണ്ടാവും. നിങ്ങൾ കണ്ണ് നിയന്ത്രിച്ച് സോലിഹായ ആബിദായ മനുഷ്യനായി ജീവിച്ചപ്പോ അതിന് അല്ലാഹു ഈ ദുന്യാവിൽ നിങ്ങൾക്ക് തന്ന പുണ്യമായിരിക്കാം, കൂലിയായിരിക്കാം ഞാൻ. പിന്നെ ഞാൻ കുറച്ച് സുന്ദരക്കായതുകൊണ്ട് പഠിക്കണ കാലത്ത് കുറച്ച് വൃത്തികേടൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയായിരിക്കും ചിലപ്പോ നിങ്ങളെ തന്നത്. എന്റെ പെണ്ണ് പറഞ്ഞു, അല്ലാഹു നമ്മളെ ഈ ലോകത്ത് ഇങ്ങനെ കൂട്ടിയോജിപ്പിക്കാനുള്ള തീരുമാനിച്ചില്ലേ, എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ, ആഖിറവും അങ്ങനെ തന്നെ ആവട്ടെ, എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞു. ആ ചർച്ച അവിടെ അവസാനിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പോ പരലോകത്തേക്ക് എത്തുന്നത് ഈ ദുന്യാവിന്റെ സൗന്ദര്യത്തിലല്ല. സൗന്ദര്യത്തിന്റെ ഡെഫിനിഷൻ പോലും മാറ്റി എഴുതേണ്ടി വരും. മനോഹരികളായി മനോഹരന്മാരായി പുരുഷന്മാരൊക്കെ മുർദുൻ, താടിയൊന്നും ട്രിം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. താടി മീശക്കനെ മുളച്ചു വരുന്നൊരു പ്രായം, ആ ഒരു മുറാഹിഖിന്റെ പ്രായം, അമ്രദ് എന്ന് പറയുന്നൊരു പ്രായമുണ്ട്. യൗവനത്തിലേക്ക് പടിയിറങ്ങി വരുന്ന ആ ഒരു ടീനേജിന്റെ സമയത്ത് ഒരു ചെറിയ കൊച്ചുമീശ അത്രേ ഉണ്ടാവുള്ളൂ. 33 വയസ്സായാലും നല്ല ചെറുപ്പക്കാരനായിട്ട് ഇങ്ങനെ ഉണ്ടാവുന്നു. ആൾക്കാരൊക്കെ എന്തെങ്കിലും വല്ല പാസ്പോർട്ട് ഫോട്ടോ വേണമെന്നൊക്കെ പറഞ്ഞാല്, വല്ല സപ്ലിമെന്റിൽ ഫോട്ടോ വേണമെന്ന് പറഞ്ഞാല് 60 വയസ്സായാലും കൊടുക്കും 35 വയസ്സിന്റെ ഫോട്ടോ. സപ്ലിമെന്റിലൊക്കെ പേര് റഹ്മാനായ റബ്ബേ, മൂപ്പരടുത്തത് കണ്ടറിയില്ലട്ടോ എന്ന് പറയും. ഇവിടെ പഴയ ഫോട്ടോ കൊടുക്കണത്, ഞാൻ മുമ്പ് ഈ ഗ്ലാമർ ഉണ്ടായിരുന്നു, ഇപ്പത്തെ നോക്കണ്ടാന്ന്. അപ്പൊ നമുക്കൊക്കെ ആഗ്രഹം ഒരു സൗന്ദര്യം വേണമെന്നാണ്. അതുകൊണ്ട് നമ്മൾ ഈ പഴയ ഫോട്ടോ വെച്ച് നടക്കുന്നത്. ഇങ്ങനെ നോക്കൂ റബ്ബേ, ഞാൻ പഠിക്കണ കാലത്ത്, അല്ലെങ്കിൽ ഞാൻ കോളേജിൽ പോയ കാലത്ത്, ഞാൻ കല്യാണം കഴിച്ച കാലത്ത്. കൊണ്ടും പറയും, ഞാനും ഇങ്ങനെ തന്നെ ആയിരുന്നു. നമ്മൾ രണ്ടാളിപ്പോ എങ്ങനെയായി? ദുന്യാവ് അങ്ങനെയാണ്. സൗന്ദര്യം ഇല്ലാതെ കുറഞ്ഞു വരും. അവിടെ കൂടുന്നാണ്, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മുക്കഹലീൻ, കണ്ണുകളിൽ സുറുമ എഴുതിയ പോലെ, എപ്പോഴും സന്തോഷമല്ലാതെ മറ്റൊന്നുമില്ല. ദുന്യാവിലെ ഭാര്യമാർ അവർക്ക് അല്ലാഹു സ്വർഗ്ഗലോകത്ത് ഭാര്യമാരായി കൊടുക്കും. ഉമ്മു സലമ, നിങ്ങൾ തന്നെയാണ് ഹൂറികളെക്കാളും സൗന്ദര്യമുണ്ടാവുക, നിങ്ങൾക്കാണ് അവരെക്കാളും പരിമളമുണ്ടാവുക, നിങ്ങളുടെ വായയുടെ സുഗന്ധമാണ് ഹൂറികളെക്കാളും സുഗന്ധമുണ്ടാവുക. അങ്ങനെ പറഞ്ഞപ്പോ ഉമ്മു സലമ ബീവിക്ക് ഒരു സംശയം, പൊന്നാര നബിയെ, അപ്പൊ പിന്നെ 2 ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഏത് ഭർത്താവാ നാളെ കിട്ടുക? ഭർത്താവ് ഉണ്ടായിരുന്നു, അയാൾ മരിച്ചുപോയി, വേറെ ആളെ കല്യാണം കഴിച്ചു. അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടായിരുന്നു, അയാൾ തൊലാഖ് ചൊല്ലിയിരുന്നു, അത് കൂട്ടൂല. മരിച്ചുപോയ ഭർത്താവ് വേറൊരാളെ കല്യാണം കഴിച്ചു. ഇതിപ്പോ ആരാ നബിയെ, ആരുടെ കൂടെ ആയിരിക്കും സ്വർഗത്തിൽ എത്തുകയുണ്ടാവുക എന്ന് ചോദിച്ചു. നല്ല ചോദ്യമാണല്ലേ? ചോദ്യമാണ്. നബി തങ്ങൾ പറഞ്ഞു, ആ 2 ഭർത്താക്കന്മാരിൽ ആർക്കായിരുന്നോ ഏറ്റവും നല്ല സ്വഭാവമുള്ളത്, നിങ്ങൾക്ക് അവരെ തിരഞ്ഞെടുക്കാൻ പറ്റും. നല്ല സ്വഭാവമുള്ള ഭർത്താവ് ആരായിരുന്നോ, 2ൽ ഒരാൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാകുമല്ലോ. ഏറ്റവും നല്ല സ്വഭാവക്കാരൻ ആരായിരുന്നോ അവരെ ആയിരിക്കും നിങ്ങളെന്ന് സ്വീകരിക്കുക. യാ ഉമ്മ സലമ, ദഹബ ഹുസ്നുൽ ഖുലുഖി ബിഖൈറൈ ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തിന്റെയും പരലോകത്തിന്റെയും എല്ലാ നന്മകളും സൽസ്വഭാവം കൊണ്ടുപോയി ഉമ്മു സലമ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ.